സാർ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ആഴത്തിൽ പിടിമുറുക്കിയ ലഹരി മാഫിയയെക്കുറിച്ച് ആരും പറയാത്ത രഹസ്യങ്ങളെക്കുറിച്ചാണ്. സാർ, അതൊന്ന് വിശദീകരിക്കാമോ? ഏറ്റവും ആദ്യത്തെ കാര്യം ഷിബിലെ, ഞാനത് വിശദമാക്കാം. പക്ഷേ ഞാനൊരു 3 പോയിന്റുകൾ പറയാം. ഒന്ന്, സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയൊക്കെ തന്നെ കുറേ കൂടി ലാഭമുണ്ടാക്കുന്ന ലഹരി മാഫിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു കേസ് കൊച്ചിയിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. കസ്റ്റംസ് പിടിച്ചേക്കാണ്. അത് ഈ പറയുന്ന 5.5 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടെ നിന്ന് UAE കടത്തുന്നതിനെ കുറിച്ചാണ്. അതായത് സാധാരണ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് കേസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. ഇതിൻ്റെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ ഘട്ടത്തിലാണ് നമുക്കറിയാലോ, കേരളത്തിൽ ഇപ്പോൾ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന, അതുപോലെ തന്നെ അഷ്റഫ് ഹംസ എന്ന് പറയുന്ന 2 പ്രമുഖരായിട്ടുള്ള ഇപ്പോൾ സിനിമാ പ്രവർത്തകർ ഈ പറയുന്ന പൂർവങ്കരയുടെ ഫ്ലാറ്റിൽ, പൂർവ ബേ എന്ന് പറയുന്ന ഫ്ലാറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ പിടിയിലായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളം അങ്ങേയറ്റം ഇതിൻ്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മളിന്ന് സംസാരിക്കേണ്ടത്. സാർ, അപ്പോൾ ആദ്യം 2 യുവ സംവിധായകരെ പിടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാം. ഇപ്പോൾ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ നന്നായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ഒരു സിനിമയിൽ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ സിനിമയുടെ സംവിധായകനാണ്. ആ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഭീമൻ്റെ വഴി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല സിനിമകൾ എടുത്തിട്ടുള്ളൊരു സംവിധായകനാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇവരൊക്കെ തന്നെ തല്ലുമാലയുടെ കോറൈറ്ററും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. ഈ നമ്മുടെ ഖാലിദ് റഹ്മാൻ്റെയൊക്കെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. അത് അനുരാഗ കരിക്കിൻ വെള്ളം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഇത്തരം സിനിമകൾ മുതൽ ഇപ്പോൾ ആലപ്പുഴ ജിംഖാന വരെ എത്തി നിൽക്കുന്ന സിനിമകളിൽ ഇവർ വളരെ പ്രശസ്തരായി നിൽക്കുന്ന 2 സംവിധായകരാണ്. ഇവർ പുലർച്ചെ വെളുപ്പിന് ഏതാണ്ട് ഒരു 2 മണിയോടടുത്ത് നമ്മുടെ പൂർവ ഗ്രാൻഡ് ബേ എന്ന് പറയുന്ന മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റിലേക്ക് എത്തുന്നു. ഈ മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഡ്യൂപ്ലക്സ് ഫ്ലാറ്റുകൾ അടക്കമുള്ള അബാദ് മുതൽ മറ്റേ പൂർവങ്കരയൊക്കെ വിരിക്കുന്ന ആ മറൈൻ ഡ്രൈവിൽ, അതായത് എറണാകുളം ജില്ലയിലെ ഏറ്റവും കണ്ണായ പ്രദേശത്തിരിക്കുന്ന ഫ്ലാറ്റാണ്. അവിടെയാണ് ഈ പറയുന്ന ഈ എക്സൈസ് സംഘം രാത്രി 2 മണിക്ക് എത്തുന്നത്. അവർക്ക് രഹസ്യപൂരം കിട്ടിയിട്ടാണ് ഇത് എത്രയെന്ന് ആലോചിക്കണം. എത്തിയിട്ട് തുറക്കുമ്പോൾ ഇവർ ആദ്യം ചെയ്തത്, അവിടെ നിന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ വിളിച്ചിട്ട് 506 നമ്പർ ഫ്ലാറ്റിലേക്ക് ഇവർ നേരെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സൈസുകാരൊക്കെ മാറി നിന്നിട്ട് ഈ സെക്യൂരിറ്റിയെ കൊണ്ടാണ് കോളിംഗ് ബെൽ അടിച്ചത്. അപ്പോൾ സെക്യൂരിറ്റിയെ കൊണ്ട് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അകത്ത് നിന്ന് നോക്കിയാൽ സെക്യൂരിറ്റി ആണെന്ന് കാണാം. അപ്പോൾ ഇവരൊരു സംശയവുമില്ലാതെ വന്ന് വാതിൽ തുറന്നു. ഈ വാതിൽ തുറന്നത് ഷാനിഖ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മൂന്നാമനാണ്. ഇവരുടെ സുഹൃത്താണ്, സിനിമയിലൊന്നും ഇല്ലാത്തതാണെന്ന് നമ്മൾ കേൾക്കും. അപ്പോൾ നേരെ വന്ന് ഡോറ് തുറക്കുന്നു. തുറന്നപ്പോഴാണ് നേരെ എക്സൈസ് സംഘം അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറിയപ്പോൾ ഈ നമ്മുടെ 2 മച്ചാന്മാരും കൂടി ഇരുന്ന് മറ്റേ പേപ്പറൊക്കെ തുരുട്ടി, അതായത് ഇതൊക്കെ വലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന, പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന തിരക്കിലായിരുന്നു. പിന്നീട് ഇവർ വളരെ സുഗമമായിട്ട് ഇവരോട് സഹകരിക്കുമ്പോൾ ഇവർക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. ഈ 1.6 ഗ്രാം പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ അത് വലിയ തോതിൽ കേസാവില്ല. കാരണം സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാവുന്ന ഒരു കാര്യമുള്ളൂ എന്നുള്ളത് ഇവർക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഇവരെ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടുന്നു. ഇതാണ് സംഭവിച്ചത്. പക്ഷേ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്ലാറ്റ് യഥാർത്ഥത്തിൽ ആരുടെയെന്നറിയാം. അതാണ് സമീർ താഹിറിൻ്റെയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള മറ്റൊരു ക്യാമറാമാനും സിനിമാ പ്രവർത്തകനുമായിട്ടുള്ള ഒരാളുടെ ഫ്ലാറ്റാണ്. അപ്പോൾ ഈ ഫ്ലാറ്റിൽ നിരവധി ആളുകൾ വന്നു പോകുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു പോരുത്. ഒന്ന്. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ സിനിമ, ഈ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനിമ കണ്ടിട്ടുള്ള കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു സാമൂഹിക നിരീക്ഷകനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ, ഈ സിനിമയിൽ ഒരാവശ്യവുമില്ലാതെ നമ്മുടെ ഷൈൻ ചെയ്യുന്ന ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രം, അതായത് ഒരു റഫറി ആയിട്ട് ഇവനെ ആ സിനിമയിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ലിങ്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. ഇതൊക്കെ പറയണം കേൾക്കുമ്പോൾ ഈ സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ പറഞ്ഞൊരു കാര്യം കൂടിയൊക്കെ നിങ്ങൾ ഇടക്കൊന്ന് ആലോചിക്കണം. അതായത് ഈ സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഒരു മറ്റേ കാരവനിലേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോൾ അകത്ത് നിന്നുള്ള പുക കാരണം അവർക്ക് ആളുകളെ കാണാൻ പോലും പറ്റിയില്ല. കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആളുകളുടെ തെറിയായിരുന്നു അകത്ത് നിന്ന് ഇങ്ങോട്ട് പ്രൊഡ്യൂസറായിട്ടുള്ള സാന്ദ്ര തോമസിന് കേൾക്കേണ്ടി വന്നത് എന്ന് നമ്മൾ ആലോചിക്കണം.
ഇത്തരത്തിലുള്ള വളരെ കൃത്യമായ ഈ ഫ്ലാറ്റിൽ നിരവധി ആളുകൾ വന്നു പോകുന്ന സിനിമാ പ്രവർത്തകർ വന്നു പോകുന്ന ഒരു ഫ്ലാറ്റാണ്. ഫെഫ്ക എന്ന് പറയുന്ന ഒരു സംഘടന ഇവർക്കെതിരെ ഇപ്പോൾ 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ പുറത്താക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ചില സിനിമാ രംഗത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ സിനിമ കാണുന്നതിനേക്കാൾ വലിയ തമാശയാണ്. കാരണം ഇപ്പോൾ വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞൊരു നടി പരാതി കൊടുത്തത് AMM എന്ന് പറഞ്ഞൊരു സംഘടനക്കാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല അതെന്താണെന്നുള്ളത്. മനസ്സിലായ മറ്റേ കുറുക്കം കൊണ്ട് ചെന്നായിക്ക് പരാതി കൊടുക്കുന്ന പോലെയുള്ള ഒരു പണിയാണ് വിൻസി അലോഷ്യസ് കാണിച്ചിട്ടുള്ളത്. അത് കേട്ടിട്ട് സത്യത്തിൽ എനിക്ക് ചിരിയും വന്നിട്ടുണ്ടായിരുന്നു, സങ്കടവും വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വിൻസി അലോഷ്യസ് പരാതി കൊടുത്തേക്കുന്നത് AMMക്കാണ്. AMM ഏത് ലെവലിലുള്ള ആളുകളാണ്, എന്ത് തരത്തിലുള്ള സംഘടനയാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ പരാതി പിൻവലിക്കപ്പെടും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അത് പൂർണ്ണമായിട്ടും സംഭവിച്ചിരിക്കുന്നു. ഇനി എനിക്ക് ഈ അറസ്റ്റ് നടന്നപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി ആലോചിച്ചിരിക്കുന്നു. അതെന്താണെന്നറിയോ? അത് ഈ ഖാലിദ് റഹ്മാൻ്റെ ഒന്നും സിനിമകളിൽ ഇതുവരെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് 5 ദിവസം മുമ്പ് ഇറങ്ങിയ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ കമ്മൽ പാർവതി, മറ്റേ മാലാ പാർവതി ഉണ്ടല്ലോ, മാലാ പാർവതി സങ്കടം പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മാലാ പാർവതി തന്നെ നേരത്തെ ഞാൻ വേറൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം കണ്ടു. അതായത് ഷൈൻ ടോം ചാക്കോ ഇവരെ എന്ത് ചെയ്യുന്നു, കയ്യിൽ പിടിച്ച് കറക്കുന്നു. അപ്പം 2 പാർവതിമാരെയും കറക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ഈ പാർവതിയാണ്, മാലാ പാർവതിയാണ്. പിന്നെ മറ്റത് വേറെ ആങ്കറായിട്ടുള്ള ഒരു പാർവതി ഉണ്ടല്ലോ, യൂട്യൂബിലൊക്കെ ആങ്കറും അതുപോലെ ടെലിവിഷനിലൊക്കെ ആങ്കറാണ് അവർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാർവതി, അതൊരു ചെറിയ പെൺകുട്ടിയാണ്, അതിനെ കൂടി കറക്കുന്നു. ഇപ്പോൾ 2 പാർവതിയും കറക്കി എന്ന് പറഞ്ഞ വീഡിയോ. അതിനുശേഷമാണ് ഞാൻ നോക്കുമ്പോൾ മൂവി വേൾഡ് എന്ന് പറഞ്ഞൊരു ചാനലിലാണെന്ന് തോന്നുന്നു ഈ പറയുന്ന പോലെ മാലാ പാർവതി ഇരുന്നിട്ട് ഖാലിദ് റഹ്മാനോടൊപ്പം ഒന്നും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള സങ്കടം പറയുന്നു. അവർ മറ്റ് നിരവധി വലിയ ഗ്രൂപ്പുകളുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് അറിയാതെ പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ സിനിമയെ നയിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇതാണ് ഈ പറയുന്ന ഖാലിദ് റഹ്മാൻ്റെ കേസിലുള്ളത്. ഖാലിദ് റഹ്മാനൊക്കെ ഏതാണ്ട് ഒരു ഓസ്കാർ അവാർഡ് മേടിച്ചിട്ട് ഇറങ്ങുന്നത് പോലെ ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഒക്കെ അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ ഖാലിദ് റഹ്മാൻ്റെ സഹോദരങ്ങൾ, അവർ ഇതിൽ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, അവരുമൊക്കെ സിനിമാ രംഗത്ത് തന്നെ ഉള്ള ആളുകളാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി ഏതാണ്ട് മനസ്സിലാവും. സാർ, രണ്ടാമത്തെ ഒരു വിഷയമായി പറഞ്ഞു, ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇന്ത്യയിൽ ആദ്യമായി UAE ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നതിനെ ആളൊരു കൊച്ചിയിൽ വെച്ച് പിടിച്ചെന്നു. അതെന്താണെന്ന് വിശദീകരിക്കാമോ? അല്ല ഷിബിലി, മലപ്പുറത്തെ ആ കേസിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യാനുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരിപ്പോൾ എല്ലാ സിനിമകളുടെയും വരവ് ചെലവ് കണക്കുകളൊക്കെ പുറത്തേക്ക് വിട്ട് നമ്മളെ ഇളിഭ്യരാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലോ, നമ്മളെ കളിയാക്കാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർ കഴിഞ്ഞ മാർച്ചിൽ ഇറങ്ങിയിട്ടുള്ള 15 സിനിമകളുടെ ലിസ്റ്റ് കൂടി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിലവർ പറയുന്നത് ഭയങ്കര നഷ്ടമാണ് സിനിമകളെന്നൊക്കെയാണ്. ഞാനിപ്പോൾ 15 എണ്ണത്തിൻ്റെ ലിസ്റ്റ് ഞാൻ വായിക്കുന്നില്ല, ഞാൻ ഏതാനും ചില 1-2 എണ്ണത്തിൻ്റെ ലിസ്റ്റ് ഞാൻ വായിക്കാം. ഒന്ന് മറുവശം എന്നുള്ളതാണ് സിനിമയുടെ പേര്. ആ സിനിമയ്ക്ക് ആകെ ചിലവായത് 78 ലക്ഷം രൂപയാണ്. അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 60,000 രൂപയാണ്. 60,000 രൂപ. പിന്നെ ഈ പറയുന്ന പോലെ അടുത്തത് എന്ന് പറയുന്നത് ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന് പറയുന്ന സിനിമ, അത് ഏതാണ്ട് 4,44 ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ട്. അതിന് തിരിച്ച് കിട്ടിയേക്കുന്നത് ഏതാണ്ട് 4.5 ലക്ഷം രൂപയാണ്. ഓക്കെ, അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ സിനിമ പരിവാർ എന്ന് പറയുന്ന സിനിമയാണ്. അത് 2,60 ലക്ഷം രൂപ ചിലവായതാണ്. കറക്റ്റായിട്ട് ഏതാണ്ട് 10%, അതായത് 26 ലക്ഷം രൂപ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി സിനിമകൾ. പിന്നെ പ്രളയശേഷം ഒരു ജലകന്യക എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു വല്ല മൊബൈലിലെടുത്ത് പ്രൊഡ്യൂസറിൻ്റെ വീട്ടിൽ നിന്ന് കാണണമെന്നറിയില്ല. 15 ലക്ഷം രൂപയാണ് ചിലവായിട്ടുള്ളത്. അപ്പോൾ അതിന് പക്ഷേ 64,000 രൂപ തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതെങ്ങനെ തിരിച്ച് കിട്ടി എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ വടക്കൻ എന്ന് പറയുന്ന ഒരു സിനിമ, അത് 3.65 കോടി രൂപ ചിലവഴിച്ചതാണ്. അതിന് 20 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴും റണ്ണിങ് ആണ് കേട്ടോ. ഈ 1-2 സിനിമ ഔസേപ്പിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റേ പരിവാറും അതുപോലെ തന്നെ ഈ വടക്കനൊക്കെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ആരണ്യം എന്ന് പറയുന്ന സിനിമ, അത് 85 ലക്ഷം രൂപ മുടക്കിയെടുക്ക് 22,000 രൂപ ചിലവ് തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. ഈ തിരിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണമല്ലോ, ഇത് മറ്റേ മുഴുവൻ ഗ്രോസ് കളക്ഷൻ അല്ല, പകരം ഈ പ്രൊഡ്യൂസേഴ്സിന് മാത്രം കിട്ടുന്ന ഷെയറാണ്. അതായത് 30-35 മാക്സിമം വന്ന് 40% തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഷെയർ മാത്രമാണ് ഇവർ പറയുന്നത്. പിന്നെ സേട്ടൻ്റെ സൈക്കിൾ എന്ന് പറയുന്ന ഒരു സിനിമ 70 ലക്ഷമാണ് അതിന് മുടക്കിയിട്ടുള്ളത്, 8 ലക്ഷമാണ് തിരിച്ച് കിട്ടിയിട്ടുള്ളത്. പിന്നെ കാടകം എന്ന് പറയുന്ന ഒരു സിനിമ 30 ലക്ഷമാണ് മുടക്കിയിട്ടുള്ളത്, അതിന് ഏതാണ്ട് 80,000 രൂപ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലീച്ച് എന്ന് പറയുന്ന സിനിമ 1 കോടി രൂപ മുടക്കിയിട്ടുണ്ട്, അതിന്
നല്ല രീതിയിൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. 45,000 രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, 1 കോടി രൂപ മുടക്കിയിട്ട്. നോട്ട് ചെയ്യണോട്ടെ, അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രൊഡ്യൂസറൊക്കെ നമ്മളൊന്ന് കാണേണ്ടതാണ്, പുള്ളി എവിടെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ രാക്ഷസി ദ ലേഡി കില്ലർ എന്ന് പറയുന്ന ഒരു സിനിമ, അത് 66 ലക്ഷം മുടക്കിയതാണ്, പക്ഷെ അതിന് 4 ലക്ഷം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉറ്റവർ എന്ന് പറയുന്ന സിനിമ, അത് മുടക്കിയത് എത്രയെന്ന് അറിയാൻ പാടില്ല, പക്ഷേ 1 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. മുടക്കിയത് അറിഞ്ഞില്ലെങ്കിലും തിരിച്ചു കിട്ടിയത് 1 ലക്ഷമാണ്. ഇനി വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന സിനിമ, അതിനും എത്ര മുടക്കിയെന്ന് അറിയാൻ പാടില്ല, പകരം 35,000 രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ തിരുത്ത് എന്ന് പറയുന്ന ഒരു സിനിമ, അത് 8 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്, അതിൽ 1.25 ലക്ഷം, അതായത് 1,25,000 രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ ഗംഭീരമായിട്ടുള്ള സിനിമ എംപുരാൻ എന്ന് പറയുന്ന സിനിമ വരുന്നത്. എംപുരാൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞേക്കുന്നത് 1,75,66,000 രൂപയാണ്. അപ്പോൾ മറ്റതൊക്കെ തള്ളായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കണം. അതിൽ 24.65 കോടി രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് 5 ദിവസത്തെ കളക്ഷനാണ് കേട്ടോ, അതായത് കഴിഞ്ഞ മാസത്തെ മാത്രം കളക്ഷനാണ് തിരിച്ചു കിട്ടിയത്. പിന്നെ അഭിലാഷം എന്ന് പറയുന്ന ഒരു സിനിമ, അത് 4 കോടി രൂപ മുടക്കി എടുത്തതാണ്, അതിന് 15 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് ഇതുപോലെ 3 ദിവസത്തെ സിനിമയാണ്. ഇത് ഞാൻ ഒരു തവണ നമ്മൾ തന്നെ വീഡിയോ ചെയ്തിരുന്നു, ഈ ഉടായ്പ് കണക്കുകളാണെന്നുള്ളത്. കാരണം ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കൊക്കെ ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിൻ്റെ ഒന്നും കണക്ക് ഇതിനകത്തില്ല. അതിൽ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. കാരണം ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെ ഷൂട്ടിംഗ് തീരുന്നതിന് മുമ്പ് ഏതാണ്ട് 75% കാശ് തിരിച്ചു കിട്ടിയ സിനിമയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ കണക്കുകൾ, ഒന്ന് ഇവരുടെ ചിലവായ കണക്കുകളൊക്കെ കള്ളത്തരമാണെന്ന് നമുക്കറിയാം. രണ്ടാമത്തേത്, ഇതിൽ കൃത്യമായ വരുമാനം, അതായത് OTT ഉണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഈ പറയുന്ന അതർ ലാംഗ്വേജസിൽ കേരളത്തിന് പുറത്തുള്ള മറ്റു ലാംഗ്വേജസിലുണ്ട്, കേരളത്തിന് പുറത്തുള്ള തിയേറ്ററിൽ കളിക്കുന്ന കണക്കുകളുണ്ട്, ഓവർസീസ് റൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ OTT കൂടാതെ തന്നെ സാറ്റലൈറ്റ് റൈറ്റുകളുണ്ട്. അപ്പോൾ ഇത്തരം കണക്കുകളൊന്നും ഇവർ പറയാൻ തയ്യാറല്ല, ഇത്തരത്തിൽ ഉടായ്പാണ് പറഞ്ഞു വരുന്നത്. അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് അവിടെ വിടാം. പക്ഷെ എൻ്റെ ചോദ്യം, ഈ 15 സിനിമകൾ എടുത്തിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആരാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണ്ടേ? ഈ 15 സിനിമകൾ എടുത്തിട്ടും അതെല്ലാം പൊട്ടിപ്പോയിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു 3.65 കോടി രൂപ മുടക്കി എടുത്തിട്ടുള്ള വടക്കൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 20 ലക്ഷം രൂപ കിട്ടിയേക്കുകയാണ്. 20 ലക്ഷം രൂപ, അതായത് 3.45 കോടി രൂപയും അയാളുടെ നിന്ന് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുപോലെ 2.6 കോടി രൂപ മുടക്കിയിട്ടുള്ള സിനിമ, അതായത് പരിവാർ എന്ന് പറയുന്ന സിനിമ, അതിന് 26 ലക്ഷം രൂപ കിട്ടിയേക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള സിനിമകളൊക്കെ എവിടെ കൊണ്ടാണ് കളിച്ചത് എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമ ആളുകൾ എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? നേരത്തെ പറഞ്ഞ ഈ പറയുന്ന മറ്റേ ലഹരി മാഫിയയുടെ റാക്കറ്റുകളും ബാക്കിയുള്ള ആളുകളുമായി കൂട്ടിച്ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ചില ഉത്തരങ്ങൾ കിട്ടും. കാരണം ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടി സിനിമ എടുക്കുകയും സിനിമയുടെ സെറ്റുകളിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും അത് ഇവരുടെ പ്രചരണത്തിനും അതുപോലെ തന്നെ പ്രമോഷനും ഒക്കെ ഈ പറയുന്ന ലഹരിയുടെ ബ്രാൻഡ് അംബാസഡർമാരെ താരങ്ങൾ മാറുകയും ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സിനിമകളാണ്. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ലാഭം കിട്ടുന്നത്? അല്ലെങ്കിൽ തലക്ക് വെളിവുള്ള ആരെങ്കിലും ഇതുപോലെ പോയി കാശ് കൊടുക്കുമോ? അത് നമ്മൾ ചോദിക്കണ്ടേ? അല്ലെങ്കിൽ കാശ് എവിടെ നിന്ന് വരുന്നു അത് ചോദിക്കണ്ടേ? അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഇപ്പം ഇതിലെല്ലാം കൂടി മുടക്കിയിട്ടുണ്ടെങ്കിൽ, ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എമ്പുരാൻ നമ്മൾ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള എല്ലാ സിനിമകളും തമ്മിൽ ഏതാണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഏതാണ്ട് 20-25 കോടി രൂപ വരും. അപ്പോൾ ഈ 25 കോടി രൂപയിൽ ഇനി 2-3 പടങ്ങൾ കൂടി മാറ്റിവെച്ചാൽ ബാക്കിയുള്ളതെല്ലാം വളരെ ചെറിയ ചിലവിൽ എടുത്തേക്കുന്ന പടങ്ങളാണ്. 1 കോടി രൂപ മുതൽ 2 കോടി രൂപയ്ക്ക് താഴെ, അല്ലെങ്കിൽ 80 ലക്ഷത്തിനൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആരാണ് സിനിമ എടുക്കുന്നത്? ഇതെല്ലാം നമ്മൾ കൃത്യമായി നോക്കണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷിബിലെ, ഇതിൻ്റെ പുറകിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് മലപ്പുറത്ത് മലപ്പുറത്ത് ആൾ കടത്തിയ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മലപ്പുറത്ത് നിന്നുള്ള ഒരാളെയാണ് പിടിച്ചത്. പക്ഷേ അയാളെന്ന് പറയുന്നത്, അയാളുടെ പേര് ഷിബു അയ്യപ്പൻ എന്നാണ്. 35 വയസ്സേ ഉള്ളൂ. അയാളെ പിടിച്ചത് കൊച്ചിയിലാണ്, കൊച്ചി എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്നുള്ള ഈ പറയുന്ന പോലെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തെ പിടിക്കുമ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 5.5 കിലോ. ഈ 5.5 കിലോ കഞ്ചാവ് പലഹാരമാണ് എന്ന രീതിയിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അത് ഇന്ത്യയിൽ ആദ്യത്തെ കേസാണ്, നിങ്ങളൊന്ന് ആലോചിക്കണം. അതായത് തായ്ലൻഡ് പോലെയുള്ള, ഇവിടെ ഹൈബ്രിഡ് കഞ്ചാവ് നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതായത് പ്രത്യേകമായിട്ടുള്ള ഒരു മറ്റേ ഉഷ്ണവും അവിടുത്തെ ചൂടും അതുപോലെ ക്ലൈമറ്റും ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു കൃത്യ കാലയളവിനകം വിളവെടുക്കുന്ന പ്രത്യേകതരം കഞ്ചാവാണ് ഇത്. ഏതാണ്ട് ഒരു സിന്തറ്റിക് ഡ്രഗിൻ്റെയൊക്കെ തന്നെ വീര്യമുള്ള കഞ്ചാവാണ്. അപ്പോൾ ആ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് 1 കോടി രൂപയാണ് വില. 1 കിലോയ്ക്ക് 1 കോടി രൂപ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പിടിച്ചേക്കുന്നത് 5.5 കിലോയാണെന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 5.5 കോടി രൂപ വില വരുന്ന സാധനമാണ് പിടിച്ചിട്ടുള്ളത്. ഇതെങ്ങോട്ട് കടത്തണമെന്നറിയോ? UAE-യിലേക്കാണ്.
നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ നിന്ന് യു എയിൽ കഞ്ചാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ വധശിക്ഷയാണ് അവിടുത്തെ ശിക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത പോലെ മറ്റേ 5-8 കൊല്ലം എന്ത് ചെയ്യുക, മറ്റേ വിചാരണ ചെയ്യപ്പെടുക, അതിനുശേഷം ശിക്ഷ വിധിക്കുമ്പോഴേക്കും ആള് മിക്കവാറും തട്ടിപ്പോറാറുണ്ടാവുക എന്ന് പറയുന്ന അവസ്ഥയൊന്നുമല്ല. അപ്പം അത്തരം രാജ്യങ്ങളിലേക്ക് ഇത് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ പ്രശ്നം, ഇത് ഈ പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു വന്നതാണ്. അതായത് സ്വർണം കള്ളക്കടത്ത് നടത്തിയിരുന്നപ്പോൾ നേരത്തെ 15% ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ തീരുവ കേന്ദ്ര ഗവൺമെൻറ് 6% കുറച്ചപ്പോൾ നേരത്തെ 1 കിലോ ഗോൾഡ് കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏതാണ്ട് 6 ലക്ഷം രൂപ അവർക്ക് ലാഭം കിട്ടുമായിരുന്നു. ഈ 6 ലക്ഷം രൂപ ലാഭം കിട്ടുമ്പോൾ 1 ലക്ഷം രൂപ കാരിയർക്ക് കൊടുത്താലും, ഇനി 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 25,000 50,000 കാരിയർക്ക് കൊടുക്കുകയും ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്താൽ പോലും അവർക്ക് വലിയ നഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ നാരോ മാർജിനാണ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ ലാഭം കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കാരിയർക്ക് വലിയ എമൗണ്ടോ വലിയ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഓഫറൊന്നും കൊടുക്കാൻ പറ്റില്ല. രണ്ടാമത് അവർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മാഫിയകൾ പ്രത്യേകിച്ച് പണിയെടുക്കാതെ ഇത്തരം പരിപാടികളിലൂടെ പെട്ടെന്ന് പണമുണ്ടാക്കാൻ തീരുമാനിച്ച, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ രുചിച്ചു പോയിട്ടുള്ള ആളുകൾ തന്നെ ഇപ്പം ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, ആലപ്പുഴയിൽ നമുക്കറിയാലോ സുൽത്താന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, അത് വീട്ടമ്മയാണ്, മക്കളൊക്കെ ഉള്ളതാണ്. ആ സ്ത്രീ, അവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു. ആരെ, ഷൈൻ ടോം ചാക്കോവുമായിട്ടും അതുപോലെ തന്നെ മറ്റൊരു താരവുമായിട്ടൊക്കെ എന്ത് വാട്സപ്പ് ചാറ്റുകളുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ അവതാരികയെ തെറി വിളിച്ച പയ്യനുമൊക്കെ ആയിട്ട്, ചട്ടമ്പിയിൽ അഭിനയിച്ച നായകനുമൊക്കെ ആയിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളുണ്ടായിരുന്നു. ഈ വാട്സപ്പ് ചാറ്റുകളടക്കം ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് വിൽക്കുന്ന ആളുകളടക്കം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ 3 ഘടകങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കേരളത്തിലേക്ക് തായ്ലൻഡിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിൽ വരികയും കേരളത്തിൽ നിന്ന് UAE-യിലേക്കൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി ഇത് കാണുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇത് ആദ്യമായി കടത്താൻ പോയപ്പോൾ തന്നെ പിടിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ഇത് പലതവണ കടത്തിയിട്ടുണ്ടാവും UAE-യിലേക്കൊക്കെ അടക്കം, അപ്പോഴാണിത് പിടിക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കേരളം ഇത്തരത്തിൽ തായ്ലൻഡിൽ നിന്നൊക്കെ ഇത് ഇറക്കുമതി ചെയ്യുകയും ഇവിടെ വരികയും ഇവിടെ നിന്ന് UAE-യിലേക്ക് പോവുകയും ചെയ്ത ഹബ്ബായി മാറുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമാ മേഖലയിലും ഇതുപോലെ തന്നെ കുറച്ചുകൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരിലേക്കൊക്കെ എത്താനുള്ളൊരു ഹബ്ബായി മാറുന്നു. കൂടാതെ ഇതേ സിനിമാ താരങ്ങളെയും ഇതുപോലെ ആളുകളെയും ഒക്കെ തന്നെ ബ്രാൻഡ് അംബാസഡർ ആക്കിക്കൊണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ യുവാക്കളുടെ ഇടയിലോട്ട് പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ള ചിത്രങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂകളും കൊടുക്കുന്നു എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് കേരളം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. കേരള പോലീസിൽ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്കുകയും ഇവിടെ ഉണ്ട് എന്ന് നമുക്കെല്ലാം തോന്നുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടനേജ്, ഒരു രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണം ഇല്ലാതാക്കുകയും ചെയ്താൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്.